Hello friends, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. SSLC +1 +2 ഈ മൂന്ന് പരീക്ഷകളുടെയും റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഒരുപാട് പേര്, അതായത് വാല്യൂഷൻ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഡേറ്റ് വെച്ച് മെയ് 2 വരെയാണ്. അപ്പോൾ അധ്യാപകരൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് എങ്ങനെയായിരുന്നു, ലിബറൽ ആയിരുന്നു എന്നൊക്കെ ഉള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയാതെ പറയുന്നുമുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ റിസൾട്ട് കാത്തിരിക്കുകയാണ്. മെയ് 15-ന് SSLCയും മെയ് 22-ന് നിലവിൽ +2ഉം അത് കഴിഞ്ഞ് ജൂൺ 10-ന് സ്കൂൾ തുറന്നതിന് +1ഉം വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വാല്യൂഷൻ? എന്താണ് ഏറ്റവും പുതിയ വാല്യൂഷൻ അപ്ഡേറ്റ്? A+കളുടെ എണ്ണം കൂടുമോ എന്നൊക്കെ ചോദിക്കുന്ന വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരു വാല്യൂഷൻ ക്യാമ്പിൽ നിന്നോ അല്ലെങ്കിൽ 1-2 ടീച്ചർമാർ പറയുന്നത് വെച്ചോ മുഴുവനായിട്ടും വിലയിരുത്താൻ സാധിക്കില്ല. എങ്കിൽ പോലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന അധ്യാപകരുടെ പ്രതികരണങ്ങൾ അനുസരിച്ച്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കൂ. വെക്കേഷനൊക്കെ അല്ലേ, കാഷ്വലായിട്ട് ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു വാല്യൂഷൻ ക്യാമ്പ്? അപ്പോൾ അവർ തന്നെ പങ്കുവെക്കുന്ന ആ ഒരു ഓവറോൾ ഒപ്പീനിയൻ അനുസരിച്ച് ഇത്തവണ വിദ്യാർത്ഥികൾക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള, ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരുവിധ കാര്യവും ഇല്ല എന്ന് തന്നെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, മാധ്യമങ്ങളെല്ലാം നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 20% കടുപ്പമാക്കും എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ. ഇനി പരീക്ഷയ്ക്ക് ശേഷമോ A+കളുടെ എണ്ണം കുറയ്ക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ശേഷം. പക്ഷേ വാസ്തവത്തിൽ അധ്യാപകർ പറയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, എല്ലാ വിഷയങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ഒരുവിധം നല്ല മാർക്കുകൾ തന്നെയുണ്ട്. A+കളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കൂടുതലുമാണ് എന്നത് വളരെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന ടഫായിട്ടുള്ള ചില വിഷയങ്ങളിൽ SSLCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കെമിസ്ട്രി, സോഷ്യൽ സയൻസ് ഉൾപ്പെടെയുള്ള ചില സബ്ജക്ട്സ്, +2 ആണെങ്കിൽ ഇത് മാത്സ്, കെമിസ്ട്രി പോലുള്ള മറ്റ് ചില സബ്ജക്ട്സ്, ഇവിടെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മാർക്ക് കുറവ് അല്ലെങ്കിൽ ഒരു ഡിപ്പ്, A+കളുടെ എണ്ണത്തിൽ ഒരു താഴ്ചയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ആ വാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്ന് ഓൾറെഡി നൽകിയതും ഇപ്പോൾ അവർക്ക് പങ്കുവെക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാകാൻ സാധിക്കുന്നത്. അപ്പോൾ CBSEയുടെയൊക്കെ റിസൾട്ട് നമ്മൾ കണ്ടു, വിജയ ശതമാനം കൂടിയത് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ ഇത്തവണ SSLC +2 രണ്ടുപേരുടെയും വിജയ ശതമാനങ്ങൾ എടുക്കുമ്പോൾ അതിലും ഒരു ഉയർച്ച ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആകെ ലഭിക്കുന്ന A+കളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. അപ്പോൾ +1ന്റെ അഡ്മിഷന് ഇത്തവണ സീറ്റ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫൈനൽ ഡിസിഷൻ വരേണ്ടതുണ്ട്. അതെന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള, നിങ്ങൾക്ക് അർഹതപ്പെട്ട, നിങ്ങളെ ആശങ്കപ്പെടുത്താത്ത തരത്തിലുള്ള റിസൾട്ട് തന്നെയാണ് വരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച്. എന്തായാലും ആ ഒരു ദിനത്തിന് വേണ്ടി തന്നെ കാത്തു നിൽക്കാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട.